Types of communication. Communication can be classified in many ways. That is, on the basis of relationship between the parties. Next, on the basis of flow or direction of communication, and on the basis of medium used or method used. First classification is on the basis of relationship between the parties. According to this, communication can be classified as formal communication and informal communication. So, what is formal communication? Formal communication refers to communication takes place on the basis of organizational relationships formally or deliberately established by the management. Formal communication refers to communication takes place on the basis of organizational relationships formally or deliberately established by the management. It means the communication flows through formally established channels or officially established chain of command. Generally, formal communication is used for passing the official message within or outside the organization. Formal communication is used for passing the official messages or information within or outside the organization. That is why formal communication is generally in written form, in the form of policy, orders, memorandums, circular, etc. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ സംഘടനാപരമായ ബന്ധങ്ങൾക്കിടയിൽ ഔപചാരികമായി മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ഔപചാരിക ആശയവിനിമയം. അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഔദ്യോഗിക ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ്, അതായത് ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് സ്ഥാപനത്തിന്റെ സംഘടനാപരമായ ഔദ്യോഗിക കാര്യങ്ങൾ സ്ഥാപനത്തിനകത്തും പുറത്തും കൈമാറ്റം ചെയ്യാനാണ്. ഇത് റിട്ടൺ ഫോമിലാണ്, അതായത് എഴുത്ത് രൂപത്തിലാണ് ഔപചാരിക ആശയവിനിമയം നടത്താറുള്ളത്. സ്ഥാപനത്തിലെ പോളിസികൾ, ഓർഡറുകൾ, മെമ്മോറാണ്ടം, സർക്കുലർ എന്നിവയെല്ലാം തയ്യാറാക്കപ്പെടുന്നത് ഔപചാരിക ആശയവിനിമയത്തിലൂടെയാണ്. ഈ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതായത് അനൗപചാരിക ആശയവിനിമയം. Informal communication means the communication which takes place on the basis of informal or social relations among people in an organization. That means informal communication refers to the communication which takes place on the basis of informal or social relations among people in the organization. It comes out of the social interaction among the people who work together. The information passes from person to person on the basis of personal contact. Thus, it does not follow officially established channels or chain of command. Informal communication is generally in oral form, that is not written. അതായത് ഒരു ഓർഗനൈസേഷനകത്തെ അംഗങ്ങൾക്കിടയിലുള്ള അനൗപചാരിക ബന്ധത്തിലൂടെയോ സാമൂഹിക ബന്ധങ്ങൾക്കിടയിലോ രൂപപ്പെടുന്ന ആശയവിനിമയ രീതിയാണ് അനൗപചാരിക ആശയവിനിമയ രീതി. ഇത്തരം ആശയവിനിമയത്തിൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അംഗങ്ങൾക്കിടയിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഇത് ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ഫോളോ ചെയ്യാറില്ല. മാത്രമല്ല, ഭൂരിഭാഗം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഓറൽ ഫോർമാറ്റിലാണ്, അതായത് നോട്ട് റിട്ടൺ, വാച്യരൂപത്തിലാണ്. മാത്രമല്ല, ദ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ്വൈൻ ബിക്കോസ് ദി ഒറിജിൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് മെസ്സേജ് കനോട്ട് ബി ഈസിലി ട്രേസ്ഡ്. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ്വൈൻ എന്ന് വിളിക്കാറുണ്ട്. ഗ്രേപ്പ്വൈൻ എന്നാൽ മുന്തിരിവള്ളി എന്നാണ് അർത്ഥം. ഈ മുന്തിരിവള്ളിയുടെ അറ്റം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെന്ന പോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജുകളുടെ ഒറിജിനോ ഡയറക്ഷനോ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഗ്രേപ്പ്വൈൻ ഓഫൺ ലീഡ്സ് ടു റൂമേഴ്സ്, ദാറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ദി മെസ്സേജ് വിച്ച് ഈസ് നോട്ട് ട്രൂ. അതായത് ഗ്രേപ്പ്വൈൻ പലപ്പോഴും റൂമേഴ്സിലേക്ക് നയിക്കാറുണ്ട്. കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ പൂർണ്ണമായും സത്യസന്ധമായി കൊള്ളണമെന്നില്ല.
In short, formal and informal communication are the two channels always used by the organization. But there are some differences between formal and informal communication. ഒരു ടേബിള് ഈ ഡിഫറൻസ് വ്യക്തമാക്കുന്ന രീതിയിൽ ഇവിടെ പ്രസന്റ് ചെയ്യും. നിങ്ങൾ ആ ടേബിള് നോക്കി ഡിഫറൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക. ടേബിളിൽ ഫസ്റ്റ് കോളം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് കോളം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് പോയിന്റ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫോർമൽ ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്. അതായത് ഔപചാരിക ആശയവിനിമയം സ്ഥാപനത്തിലെ സംഘടനാപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കംസ് ഔട്ട് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ് എമംഗ് ദി പീപ്പിൾ. എന്നാൽ അംഗങ്ങൾക്കിടയിലെ സാമൂഹിക ബന്ധങ്ങൾക്കിടയിലൂടെ രൂപപ്പെടുന്ന ഒന്നാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് പോയിന്റ്, the formal communication channels are official and pre-planned. അതായത് ഔപചാരിക ആശയവിനിമയത്തിനുള്ള ചാനലുകൾ ഔദ്യോഗികമായിരിക്കും, മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ അൺഒഫീഷ്യൽ ആൻഡ് നോട്ട് പ്രീ-പ്ലാൻഡ്. പക്ഷെ അനൗപചാരിക ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ചാനലുകൾ ഔദ്യോഗികമല്ല, മാത്രമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. Third point, formal communication involves work-related matters only. അതായത് ഔപചാരിക ആശയവിനിമയത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് മേ ഇൻവോൾവ് വർക്ക്-റിലേറ്റഡ് മാറ്റേഴ്സ് ഓർ സോഷ്യൽ മാറ്റേഴ്സ്. പക്ഷെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സോ സാമൂഹികപരമായ കാര്യങ്ങളോ ഉൾപ്പെടാം. നാലാമത്തെ പോയിന്റ്, മെസ്സേജസ് ട്രാവൽ സ്ലോലി. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് സന്ദേശങ്ങൾ വളരെ സാവധാനത്തിലാണ് പാസ് ചെയ്തു പോവുക. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് ട്രാവൽസ് ഫാസ്റ്റർ. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് ഔദ്യോഗിക ചാനലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മെസ്സേജുകൾ വളരെ എളുപ്പത്തിലും പെട്ടെന്നും പാസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് പോയിന്റ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ജനറലി റിട്ടൺ. സാധാരണ റിട്ടൺ ഫോർമാറ്റിലാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഓറൽ. സാധാരണയായി ഒരു ഓറലാണ്, വാചികമാണ്, അല്ലെങ്കിൽ വാക്കാലുള്ളതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് റിജിഡ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് റിജിഡ്, വളരെ കർക്കശമാണ്, റിജിഡാണ്. അതായത് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫ്ലെക്സിബിൾ, വളരെ അയവുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ച് മെസ്സേജുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ലാസ്റ്റ് പോയിന്റ്, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമേഷൻ വളച്ചൊടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ചാൻസസ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ഇൻഫോർമേഷൻ ആർ വെരി ഫ്യൂ. പക്ഷേ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് ചാൻസ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ഇൻഫോർമേഷൻ ആർ വെരി ഹൈ. സാധാരണ സന്ദേശങ്ങൾ വളച്ചൊടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസസ്. ഈ ഡിഫറൻസസ് ഈ ടേബിൾ നോക്കി എളുപ്പത്തിൽ പഠിച്ചെടുക്കുക. നെക്സ്റ്റ് ടോപ്പിക്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് എ ഗ്രേറ്റർ സ്പീഡ്. അതായത് ആശയം അതിൻ്റെ പരമാവധി വേഗതയിൽ കൈമാറ്റം ചെയ്യപ്പെടും. സെക്കൻഡ് പോയിന്റ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഫ്ലെക്സിബിൾ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ അയവുള്ളതാണ് വെൻ കമ്പയർഡ് ടു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ദാൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ദാൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് അംഗങ്ങളെ വ്യക്തിപരമായി ഇടപെടാൻ സഹായിക്കുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്പെഷ്യൽ എഫേർട്സ് ആൻഡ് എക്സ്പെൻസസ് ആർ നോട്ട് നെസസറി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനോ കണ്ടക്ട് ചെയ്യുന്നതിനോ പ്രത്യേകിച്ച് പരിശ്രമമോ ചെലവോ ഒന്നും ആവശ്യമായി വരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മീറ്റ്സ്
the social needs of people which are not met by formal communication. Informal communication meets the social needs of people which are not met by the ഫോമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഔപചാരിക ആശയവിനിമയത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റാത്ത അംഗങ്ങളുടെ സാമൂഹിക ആവശ്യങ്ങൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ പൂർത്തീകരിക്കപ്പെടും. നെക്സ്റ്റ് പോയിന്റ്, മാനേജ്മെന്റ് ഈസ് ഏബിൾ ടു കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ്, റിയാക്ഷൻസ് എക്സെട്ര ടു ദി പ്ലാൻസ് ആൻഡ് പോളിസീസ്. അതായത് അംഗങ്ങൾക്ക്, സ്ഥാപനത്തിലെ എംപ്ലോയീസിന് അതിൻ്റെ പ്ലാനുകളോടും പോളിസികളോടുമുള്ള റിയാക്ഷൻസും ആറ്റിറ്റ്യൂഡും എന്താണെന്നുള്ള കാര്യങ്ങളും വിവരങ്ങളും മാനേജ്മെന്റിന് എളുപ്പത്തിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ റിഡ്യൂസസ് ടെൻഷൻ ഇൻ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻസ്. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവാനിടയുള്ള ടെൻഷൻ പരമാവധി ഇതിലൂടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അൺസിസ്റ്റമാറ്റിക് ആൻഡ് കനോട്ട് ബി റിലൈഡ് അപ്പോൺ. അതായത് വ്യവസ്ഥാപിതമല്ലാത്തതിനാൽ ഔപചാരിക ആശയവിനിമയത്തെ നമുക്ക് കൂടുതലായി ആശ്രയിക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, ദർ ഈസ് ദി പോസിബിലിറ്റി ഓഫ് സ്പ്രെഡിംഗ് misleading or half-truth information among employees. It will create problems. There is the possibility of spreading misleading or half-truth information among employees. It will create problems. അതായത് എംപ്ലോയീസിനിടയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ സത്യസന്ധമല്ലാത്തതോ ആയ വിവരങ്ങൾ വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ്, since it has no definite origin and direction, responsibility of wrong information cannot be framed. അതായത് കൃത്യമായ ഒരു ഒറിജിനോ ഡയറക്ഷനോ ഇല്ലാത്തതിനാൽ തെറ്റായ വിവരങ്ങൾക്കുള്ള ചുമതലകൾ കൃത്യമായി ഫ്രെയിം ചെയ്യാൻ സാധ്യമല്ല. നെക്സ്റ്റ് പോയിന്റ്, ചാൻസസ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ഇൻഫർമേഷൻ ആർ വെരി കോമൺ. അതായത് വിവരങ്ങൾ വളച്ചൊടിക്കപ്പെടാനുള്ള സാധ്യത വളരെ സാധാരണമാണ്. ലാസ്റ്റ് പോയിന്റ്, ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ് മേ ബി റിഡ്യൂസ്ഡ് as they spend more time for talking rather than working. അതായത് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം പേഴ്സണൽ ഇൻ്ററാക്ഷനും സോഷ്യൽ ഇൻ്ററാക്ഷനും നടത്തുന്നതിനാൽ, അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാൽ എംപ്ലോയീസിൻ്റെ ഉൽപാദനക്ഷമത കുറയാനിടയുണ്ട്. ഒരു ഓർഗനൈസേഷനകത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ അംഗങ്ങളെ എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയും കൂടി സ്ഥാപനത്തിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫ്ലോ ഓർ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ മേ ബി vertical, horizontal and diagonal. Vertical, horizontal and diagonal. Vertical communication means the communication that takes place between persons occupying superior and subordinate positions in the organizational hierarchy. That means communication that takes place between persons occupying superior and subordinate positions in the organizational hierarchy. അതായത് ഓർഗനൈസേഷൻ്റെ ഹയറാർക്കിയിലെ സുപ്പീരിയർ സബോർഡിനേറ്റ് പദവി വഹിക്കുന്നവർക്കിടയിലുള്ള ആശയവിനിമയത്തെയാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ മേ ബി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഓർ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. Downward communication means communication which flows from the top to the bottom, that is from superior to subordinate. That means communication which flows from the top to the bottom, that is from superior to subordinate, is known as downward communication. For example, superior subordinatesന് ഓർഡർ കൊടുക്കുന്നത്, സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് നോട്ടീസ് അയക്കുന്നത്, മെമ്മോ കൊടുക്കുന്നത്, സുപ്പീരിയർ സർക്കുലർ ഇറക്കുന്നത്
etc. Upward communication means the communication which flows from bottom to the top, that is from subordinates to the superior. Upward communication means communication which flows from the bottom to the top, that is from subordinates to the superior. For example, subordinate superiors-ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിന് കംപ്ലൈൻറ്റ് സമർപ്പിക്കുന്നതൊക്കെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടും. വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷന് ശേഷം വരുന്നത് നെക്സ്റ്റ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ പീപ്പിൾ അറ്റ് ദി സെയിം ലെവൽ. കമ്മ്യൂണിക്കേഷൻ എമംഗ് people at the same level is known as horizontal communication. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഒരേ പദവിയിലിരിക്കുന്ന ആളുകൾ തമ്മിലാണ് ആശയവിനിമയം നടത്തുന്നതെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, തിരശ്ചീനമായ ആശയവിനിമയ രീതി. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ദേ ആർ അറ്റ് എ മിഡിൽ ലെവൽ. കാരണം ഇവർ രണ്ടുപേരും മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നവരാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഹോൾഡിംഗ് ഡിഫറെന്റ് റാങ്ക്സ് ആൻഡ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. Diagonal communication means the communication between the persons holding different ranks in different departments at different levels. അതായത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ പദവികൾ വഹിക്കുന്നവർ തമ്മിൽ നടത്തുന്ന ആശയവിനിമയമാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കോണോട് കോണായ ആശയവിനിമയ രീതി. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഡക്ഷൻ മാനേജർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഡക്ഷൻ മാനേജർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് മീഡിയം ഓർ മെത്തേഡ് യൂസ്ഡ്. On the basis of method used, communication may be oral communication, written communication, and gestural communication. Oral communication means the communication made through the words of mouth. അതായത് വാക്കാലുള്ള ആശയവിനിമയം. That means not written, and it is also known as verbal communication. Next, written communication. That means the communication in the written form, that is on the basis of letter, on the basis of notice, etc. Next, gestural communication. Gestural communication means communication through the movement of lips, winking of eyes, shaking of hands, facial expression, etc. അതായത് ചുണ്ടുകളോ കണ്ണുകളോ നമ്മുടെ മുഖഭാവമോ അല്ലെങ്കിൽ ഹാൻഡ്സോ കയ്യോ ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ജെസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ഷൻ, ബൈ യൂസിങ് ലിപ്സ്, ഐസ്, ഹാൻഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക്, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Anything that prevents understanding of message is a barrier to effective communication. There are number of barriers or problems of effective communication. The important barriers of effective communication are: first, organizational barrier. That means in an organization there are number of levels like top level, middle level and lower level. Too many levels in the organizational hierarchy cause problems in communication. For example, greater distance of subordinates from superiors, lack of proper and regular instructions, etc. may also create barriers of communication. അതായത് സംഘടനാപരമായ തടസ്സങ്ങളാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒരു ഓർഗനൈസേഷനകത്ത് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. ഈ മാനേജ്മെൻ്റ് ലെവൽസ് ലെങ്തി ആവുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി കൂടുമ്പോൾ
അതിനകത്ത് മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിനുള്ള ദൈർഘ്യം കൂടും, കാലതാമസം വരും. അത് സ്ഥാപനത്തിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, ലാംഗ്വേജ് ബാരിയർ ഓർ സെമാൻറ്റിക് ബാരിയർ. The symbolic obstacles that distort the message in some other ways than intended, that making the message difficult to understand. In simple, the language used for communicating a message may be an obstacle to effective communication. In simple, the language used for communicating a message may be an obstacle to effective communication. This happens when the pronouncement of words are not clear in oral communication or written communication, and words having different or more than one meaning have been used. അതായത് ലാംഗ്വേജ് ബാരിയർ ഓർ സെമാൻറ്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ അർത്ഥവ്യാപ്തി സംബന്ധിച്ച തടസ്സമെന്നാണ്. മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതായത് ഭാഷ പലപ്പോഴും തടസ്സമാകാറുണ്ട്. ഇത് സംഭവിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ അഥവാ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഉച്ചരിക്കുന്ന വാക്കുകൾ, അതായത് പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകൾ അഥവാ എഴുതി അയക്കുന്ന വാക്കുകൾ വ്യക്തമല്ലാതെ വരുമ്പോൾ. മാത്രമല്ല, യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പോൾ മെസ്സേജ് അയക്കുന്ന ആള് ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കണമെന്നില്ല മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ ആ വാക്കുകൾക്ക് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബാരിയർ, സ്റ്റാറ്റസ് ബാരിയർ. എവരി ഓർഗനൈസേഷൻ ഹാസ് സം കൈൻഡ് ഓഫ് സ്റ്റാറ്റസ് സിസ്റ്റം ദാറ്റ് ഈസ് സുപ്പീരിയർ ഓർ സബോർഡിനേറ്റ്സ്. The flow of communication in the status system is known as status barriers. The flow of communication in the status system is known as status barriers. Superiors means persons holding higher position in the organization. They do not carefully listen to persons occupying lower status, that is subordinates. Sometimes superiors do not like to share ഇൻഫർമേഷൻ വിത്ത് ദി സബോർഡിനേറ്റ്സ്. അതായത് സ്റ്റാറ്റസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പദവികൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ്. എല്ലാ ഓർഗനൈസേഷനകത്തും സുപ്പീരിയർ, സബോർഡിനേറ്റ്സ് എന്നിങ്ങനെയുള്ള പദവികൾ ഉണ്ടാവും. ഈ പദവികളിലൂടെ ആശയവിനിമയം നടത്തപ്പെടുമ്പോഴുള്ള തടസ്സമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഉയർന്ന പദവിയിലിരിക്കുന്ന സുപ്പീരിയേഴ്സ് താഴ്ന്ന പദവിയിലുള്ള ഒരു സബോർഡിനേറ്റ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കണമെന്നില്ല. അതുപോലെ സുപ്പീരിയേഴ്സ് എല്ലാ കാര്യങ്ങളും സബോർഡിനേറ്റ്സുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ പദവികളെ ബേസ് ചെയ്ത് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഈ വ്യത്യാസമാണ് സ്റ്റാറ്റസ് ബാരിയേഴ്സായി മാറുന്നത്. നെക്സ്റ്റ് ബാരിയർ, ഇൻഅറ്റൻഷൻ ബാരിയർ. ദാറ്റ് മീൻസ് വെൻ ദി റിസീവർ ഡസ് നോട്ട് പേ കംപ്ലീറ്റ് അറ്റൻഷൻ ടു ദി മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇൻഇഫക്റ്റീവ്. Inattention barriers means when the receiver does not pay complete attention to the message, communication becomes difficult. അതായത് ശ്രദ്ധക്കുറവാണ് ഇൻഅറ്റൻഷൻ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് സ്വീകരിക്കുന്നതിൽ റിസീവർ, അതായത് സ്വീകർത്താവ് മുഴുവൻ ശ്രദ്ധയും കൊടുക്കുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന തടസ്സമാണ് ഇൻഅറ്റൻഷൻ ബാരിയർ. ഇതും ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന തടസ്സമാണ്. നെക്സ്റ്റ് ബാരിയർ, പെർസെപ്ച്വൽ ബാരിയർ. ദാറ്റ് മീൻസ് സെലക്റ്റീവ് റീഡിംഗ് അക്കോർഡിംഗ് ടു വൺസ് ടേസ്റ്റ് ഓർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ലീഡ്സ് ടു പെർസെപ്ച്വൽ ബാരിയർ. സെലക്റ്റീവ് റീഡിംഗ് അക്കോർഡിംഗ് ടു വൺസ് ടേസ്റ്റ് ഓർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ലീഡ്സ് ടു പെർസെപ്ച്വൽ ബാരിയേഴ്സ്. That is, the knowledge of the perception levels of an audience is crucial to effective communication. അതായത് കാഴ്ചപ്പാട് കൊണ്ടുണ്ടാവുന്ന തടസ്സമാണ് പെർസെപ്ച്വൽ ബാരിയർ. ഓരോരുത്തർക്കും ഓരോ കാര്യത്തെക്കുറിച്ചുള്ള അവബോധം അഥവാ അറിവ് വ്യത്യസ്തമായിരിക്കും. ഈ കാഴ്ചപ്പാടിനെ മുൻനിർത്തി ആ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത മെസ്സേജ് സ്വീകരിക്കുന്നതിനെയും സമീപിക്കുന്നതിനെയും കൊണ്ടുണ്ടാവുന്ന തടസ്സമാണ് ഇത്. നെക്സ്റ്റ് ബാരിയർ, പ്രിമച്വർ ഈവാലുവേഷൻ.
premature evaluation. The audience of the attitude of forming a judgment or arriving at a conclusion before listening the message completely. Premature evaluation means the attitude of forming a judgment or arriving at a conclusion before listening to the message completely. അതായത് അപക്വമായ വിലയിരുത്തലാണ്. ഒരു മെസ്സേജ് പൂർണ്ണമായും കേട്ട് തീരുന്നതിന് മുന്നേ അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു മീനിങ് കൊടുക്കുന്ന ഏർപ്പാടാണ് ഇത്. ഇതുകൊണ്ടും കമ്മ്യൂണിക്കേഷനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ് ബാരിയർ, ഇൻഫോർമേഷൻ ഓവർലോഡ്. ഇഗ്നോറിംഗ് ഓർ മിസ്ഇന്റർപ്രിറ്റിംഗ് സം ഓഫ് ദി മെസ്സേജസ് ഡ്യൂ ടു ദി overflow of information or failure in regulating the flow of data. Ignoring or misinterpreting some of the messages due to the overflow of information or failure in regulating the flow of data. In other words, overloading of communication channels may create a traffic jam in the channels. അതായത് അയക്കുന്ന വിവരങ്ങൾ ഓവർലോഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന തടസ്സമാണ് ഇൻഫോർമേഷൻ ഓവർലോഡ്. വിവരങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് റിസീവർക്ക് ഡേറ്റ റെഗുലേറ്റ് ചെയ്യാനും ഡേറ്റ കംപ്ലീറ്റ് ആക്സസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ദ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, ചാനൽ ഡിസ്റ്റോർഷൻ. That means communication becomes ineffective due to physical factors such as inaudible telephone connection, wrong transcription in telex message, noise and electronic disturbances. That means communication becomes ineffective due to physical factors such as inaudible telephone connection, wrong transcription in telex message, noise and electric disturbances. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാനലുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ചാനൽ ഡിസ്റ്റോർഷൻ. ശരിയായ രീതിയിൽ കേൾക്കാൻ പറ്റാത്ത ടെലിഫോൺ ലൈൻ, അമിതമായി ഉണ്ടാവുന്ന മറ്റ് ശബ്ദങ്ങൾ, ഇലക്ട്രോണിക്കലായിട്ടുണ്ടാവുന്ന മറ്റ് ഡിസ്റ്റർബൻസസ്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഫിസിക്കലി കമ്മ്യൂണിക്കേഷൻ ചാനലിനെ ബാധിക്കുന്ന തടസ്സങ്ങൾ. ഇതും കമ്മ്യൂണിക്കേഷന് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബാരിയേഴ്സിലേക്ക് വന്നാൽ, ദ ഇമ്പോർട്ടന്റ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ്, സ്റ്റാറ്റസ് ബാരിയേഴ്സ്, ഇന്നറ്റൻഷൻ ബാരിയേഴ്സ്, പെർസെപ്ച്വൽ ബാരിയേഴ്സ്, പ്രിമച്വർ ഇവാലുവേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ഓവർലോഡ് ആൻഡ് ഓൾസോ ചാനൽ. Communication system is one of the important elements that leads to efficiency and success to the organization. Thus, we should know how to overcome these communication barriers. So, we have to take measures to overcome the barriers to communication. The important measures are: first, message should be simple and in clear language. Message should be simple and in clear language. Secondly, next, select a media and channel carefully. Select media and channel carefully. Next, flow of information should be regulated. Flow of information should be regulated. Message should be transmitted timely. Next, message should be transmitted timely. Next, listen to others carefully. Listen to others carefully. Next, employees must send correct information. Employees must send correct information. Then provide adequate provisions for feedback. Provide adequate provisions for feedback. Then provide training in communication, both the sender and the receiver. Provide training in communication. The next, there should be a better planning for communication. There should be better planning for communication. When we are ready to take some of these measures, we can avoid these types of barriers. ഇത്രയുമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്ക്. ഇതിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഡയറക്റ്റിങ്ങിലെ
മറ്റ് എലമെന്റ്സ്, അതായത് ലീഡർഷിപ്പ്, മോട്ടിവേഷൻ പോലുള്ളത് ഇതിനു മുന്നേ കിട്ടിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സോടുകൂടി ഡയറക്റ്റിംഗ് മോഡ്യൂള് അവസാനിക്കുകയാണ്.